الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها المدثر قم فأنذر وربك فكبر وثيابك فطهر ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകത്തിൻ്റെ സംരക്ഷകനും നമ്മുടെ എല്ലാം സൃഷ്ടാവുമായിട്ടുള്ള കാരുണ്യവാനായ റബ്ബുൽ ആലമീൻ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഗൗരവത്തോടെ പാലിച്ചുകൊണ്ട് അവന് നന്ദിയുള്ളവരായി ജീവിക്കാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ എല്ലാം സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം എന്ന സമ്പൂർണമായ പ്രകൃതിയുടെ ഒരു മതം എന്ന നിലക്ക് മനുഷ്യന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളെയും അവന്റെ ജീവിത അനുഭവങ്ങളെയും ശരിപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുന്ന നിയമങ്ങളാണ് ഇസ്ലാമിനകത്തുള്ളത്. ഏതൊരു കാര്യത്തിലും എന്നതുപോലെ വൃത്തി എന്നതും ശുചിത്വം എന്നതും ഏറെ ഗൗരവത്തോടെ സമൂഹം കാണുന്നു എന്നത് ഇസ്ലാം അതിനേക്കാൾ ഗൗരവത്തോടെ കാണുന്നു എന്നത് വലിയ പ്രാധാന്യം നമുക്ക് കാണുന്നുണ്ട്. ലോകത്ത് വന്ന അമ്പിയാക്കന്മാർ വൃത്തിയെയും ശുചിത്വത്തെയും വലിയ ഗൗരവത്തോടെയാണ് കണ്ടത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യം ഇറങ്ങിയ വഹീന്റെ ആയത്തുകൾ, ആദ്യം ഇറങ്ങുന്ന ആയത്തുകൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ആയത്തുകൾ ഇറങ്ങി. പിന്നീട് വന്ന പല പുതിയ അധ്യായങ്ങൾ വരുമ്പോൾ യാ അയ്യുഹൽ മുസ്സമ്മിൽ പോലെ, യാ അയ്യുഹൽ മുദ്ദസ്സിർ പോലെയുള്ള സൂറത്തുകൾ വന്നപ്പോൾ ആ സന്ദർഭത്തിൽ പോലും വൃത്തിയുടെയും ശുചിത്വത്തിന്റെയും കാര്യം ഓർമ്മപ്പെടുത്തി. കാരണം മദീനയുടെ അല്ലെങ്കിൽ മക്കയുടെ ജീവിത വ്യവസ്ഥകളിൽ ഓരോയിടത്തും ഓരോ നിയമങ്ങളാണെങ്കിൽ മക്കയിൽ ഇറങ്ങിയ ആയത്തിനകത്ത് പോലും വൃത്തിയും ശുചിത്വവും ഉള്ളവരാകാൻ ഓർമ്മപ്പെടുത്തി. വസിയാബക ഫത്വഹിർ, നബിയെ നിങ്ങൾ നിങ്ങളുടെ വസ്ത്രം വൃത്തിയാക്കണം, നിങ്ങൾ ശുദ്ധിയുള്ളവരാകണം. സൂറത്തുൽ ബഖറയിലെ 222 ആയത്തിൽ അല്ലാഹ്ക്ക് ഇഷ്ടമുള്ള രണ്ടാളുകളെ പറഞ്ഞു. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, തെറ്റുകളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യുന്നവരെ അല്ലാഹ്ക്ക് ഇഷ്ടാണ്. വയുഹിബ്ബുൽ മുതതഹിരീൻ, ശുദ്ധിയാക്കുന്നവരെയും അല്ലാഹ്ക്ക് ഇഷ്ടമാണ്. ശാരീരികമായ ശുദ്ധി, മാനസികമായ ശുദ്ധി എല്ലാം അകത്തുപെട്ടു. ശുദ്ധിയാക്കുന്ന വൃത്തിയാക്കുന്നവരെ അല്ലാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇസ്ലാം അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഹദീസുകളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ കുളിക്കുന്നതിന്റെ ഫദല് പറയുന്നുണ്ട്, നമസ്കരിക്കണമെന്ന് പറയുന്നതിന്റെ മുമ്പ് ഒളു ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട്, വീട്ടിനകത്ത് പ്രവേശിച്ച പല്ലു തേക്കുന്നതിന്റെ മഹത്വം സൂചിപ്പിക്കുന്നുണ്ട്, മലമൂത്ര വിസർജനത്തിന്റെ മര്യാദ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ മനുഷ്യന്റെ പൊതുവായ ശുചിത്വത്തിന് വല്ലാത്ത പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു രംഗം നമുക്ക് ഇസ്ലാമിക പ്രമാണങ്ങളിൽ പഠിക്കാൻ കഴിയും.
അതേ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണി പറഞ്ഞ ഗൗരവമായ മറ്റൊരു കാര്യമാണ് സമൂഹത്തിൽ ഇന്ന് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടോ, നഖം വെട്ടുക എന്നതും നഖം വൃത്തിയാക്കുക എന്നതും. കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ചെറിയ കാര്യമല്ലേ. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൽ ഫിത്രത്തു ഖംസുൻ, 5 കാര്യങ്ങൾ ശുദ്ധ പ്രകൃതത്തിൽപ്പെട്ടതാണ്. 5 കാര്യങ്ങൾ ഒരാളുടെ ശുദ്ധ പ്രകൃതത്തെ തയ്യാറാക്കുന്ന ശരിപ്പെടുത്തുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അൽ ഖിതാൻ, ചേലാകർമ്മം ചെയ്യുക, അത് ശുദ്ധ പ്രകൃതത്തിന്റെ ഭാഗമാണ്. വൽ ഇസ്തിഹ്ദാദ്, ശരീരത്തിലെ അവന്റെ സ്വകാര്യ ഭാഗങ്ങളിലെ ഗുഹ്യഭാഗങ്ങളിലുള്ള രോമങ്ങൾ നീക്കം ചെയ്യുക എന്നത് പ്രകൃതിയിലുള്ള ഒരു ശുദ്ധിയുടെ നിയമമായിട്ട് പഠിപ്പിക്കുകയാണ്. ഇതൊന്നും ആരും അറിയില്ലെങ്കിലും സ്വയം അയാൾ വൃത്തിയുള്ളവനാക്കാൻ ശ്രമിക്കണം. അവന്റെ കക്ഷത്തിലെ രോമങ്ങൾ നീക്കം ചെയ്യുക എന്നത് വലിയ ശുദ്ധിയിൽ പ്രാധാന്യമുള്ള കാര്യമാണ്. അടുക്കളയിലും കിച്ചണിലും ഹോട്ടലുകളിലും ജോലി ചെയ്യുന്നവർ, പാചകക്കാർ, മറ്റുള്ള ആളുകൾ എല്ലാവർക്കും ബാധകമാണ്. മൊത്തത്തിൽ അത് നത്ഫുൽ ലിബ്ത് എന്ന് പറഞ്ഞു. മനുഷ്യൻ അവന്റെ നീണ്ടുകിടക്കുന്ന നഖങ്ങളെല്ലാം മുറിച്ചു മാറ്റുക എന്നത് ശുദ്ധ പ്രകൃതമാണ്. പുരുഷന്മാർക്കുണ്ടാകുന്ന മീശരോമമാണല്ലോ, അത് വെട്ടി ഒതുക്കി വൃത്തിയാക്കി വെക്കുന്നത് കൊമ്പം മീശക്കാരല്ലേ അമ്മക്ക് വേണ്ടത്. ഇസ്ലാമിന്റെ മീശയുടെ പ്രകൃതം പറയുകയാണ്, അവന്റെ ചുണ്ടിലേക്ക് വന്നിറങ്ങാതെ, വായിലേക്ക് വന്നിറങ്ങാതെ, ശല്യമായി മാറാതെ ആ മീശരോമങ്ങൾ വെട്ടി ഒതുക്കുക എന്നത് ശുദ്ധ പ്രകൃതത്തിന്റെ ഭാഗമാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 കാര്യങ്ങൾ എണ്ണി പറഞ്ഞതിലും ഇതേ റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. സമൂഹത്തിൽ നഖം വെട്ടുക എന്ന വിഷയത്തിൽ 3 തരം സ്വഭാവക്കാരാണ് ഉണ്ടാവുക. ഒന്നാമത്തേത്, വെട്ടിയൊതുക്കാതെ അവരതങ്ങ് വളർത്തിക്കൊണ്ടിരിക്കും. അതിപ്പോ എന്താ, വൃത്തിയായ പോരെ, അഴുക്കില്ലാതിരുന്നാ പോരെ, അങ്ങനെ വളർത്തിക്കൊണ്ടേയിരിക്കും. അതൊരു സ്റ്റൈലാക്കി ഭംഗിയാക്കി ഇങ്ങനെ ഞാൻ വലിയ എന്തോ നല്ല സംഭവമാണെന്ന് അയാൾക്ക് സ്വയം തോന്നിപ്പോകുക. രണ്ടാമതൊരു വിഭാഗമുണ്ട്, അവർ അത് വെട്ടി ഒതുക്കും, പക്ഷെ അവൻക്ക് എപ്പോഴാണ് സൗകര്യമെങ്കിൽ, എന്നാ തോന്നിയതെങ്കിൽ അപ്പോഴാണത് ചെയ്യുക. മൂന്നാമതൊരു സംഘം ആളുകൾ ഉണ്ടാകും, അവർ അത് കൃത്യമായ അതിന്റെ ഇടവേളകൾ മനസ്സിലാക്കി അത് ആളുകൾക്ക് ശല്യമായി തുടങ്ങുന്നു എന്ന് കാണുമ്പോഴത്തേക്ക് അത് വെട്ടി ഒതുക്കി കൃത്യത പാലിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്താ പദം എത്ര വലിയ കാര്യക്കാരുണ്ടോ, ഉണ്ട്. ഇല്ലെങ്കിൽ ഹദീസിൽ ഇങ്ങനെ ഗൗരവത്തോടെ പറയേണ്ടി വരൂലല്ലോ. മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറയുന്നുണ്ട്, അത്തഖ്ലീമുൽ അദ്ഫാരി മജ്മഉൻ അലാ അന്നഹു സുന്നത്തുൻ, ഇതിൽ പറഞ്ഞ നഖം വെട്ടുക എന്നത് സുന്നത്തായ കാര്യമാണ്. വസവാഉൻ ഫീഹി അർറജുൽ, ആണായാലും, വൽ മർഅതു, പെണ്ണായാലും, വൽ യദാനി, കയ്യായാലും, വറജുലാൻ, കാലായിരുന്നാലും, വരിജിലാനി, കാലായിരുന്നാലും. കയ്യ് കാല് ആണ് പെണ്ണെന്നൊന്നും വ്യത്യാസമല്ല, നഖാണോ അത് വെട്ടുക എന്നതാണ് സുന്നത്ത്. മഹാനായ ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് പറഞ്ഞു, നഖം വെട്ടി ചെറുതാക്കുക എന്നത് സുന്നത്താണെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം, ഇക്കാര്യത്തിലില്ല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി സഊദിയിലെ അറിയപ്പെടുന്ന മഹാപണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളായിരുന്നല്ലോ. തത്വീലുൽ അത്ഫാദ് ഖിലാഫസ് സുന്ന, നഖം വെട്ടാതെ വളർത്തിക്കൊണ്ട് നടക്കുന്നത് സുന്നത്തിനെതിരാണ്. നിങ്ങൾ എന്തുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, സുന്നത്തിന് എതിരായ കാര്യമാണ് അത് വളർത്തിക്കൊണ്ടുപോവുക എന്നത്. അതുകൊണ്ട് നഖം വെട്ടുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ചില മനുഷ്യന്മാർ അറിയാതെ പോകുന്നത്, അത് യഥാസമയം നിർവഹിക്കേണ്ട ഒന്നാണെന്ന തിരിച്ചറിവുണ്ടാകണം. എന്നാണ് നഖം വെട്ടുന്നത്, എത്ര ദിവസം കൂടുമ്പോൾ അത് ചെയ്യേണ്ടത്. അവിടുന്ന് നമുക്കത് കാണാൻ സാധിക്കുന്നത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കൂടെ ജീവിച്ച് പ്രവാചകന്റെ ഓരോ ചര്യകളും, മലമൂത്ര വിസർജന മര്യാദകൾ, കിടപ്പറയിലെ മര്യാദകൾ, വേഷവിധാനത്തിലെ മര്യാദകൾ, ഭക്ഷണ മര്യാദകൾ എല്ലാം കണ്ടു ഒപ്പിയെടുത്ത സ്വഹാബി വര്യനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉഖിതലനാ ഫി ഖസ്സിശാരിബി, മീശ വെട്ടാനും നഖം വെട്ടാനും കക്ഷരോമങ്ങൾ നീക്കാനുമെല്ലാം ഞങ്ങൾക്ക് സമയം തന്നിരിക്കുന്നത് 40 ദിവസത്തിൽ നീണ്ടുപോകാൻ പാടില്ല. അത്രേ ഉള്ളൂ.
മാക്സിമം പോയ 40 ദിവസം, 1 മാസം കൂട്ടിക്കോ, 10 ദിവസം കൂടി അധികം കൂട്ടിക്കോ. അതിനപ്പുറം അത് വളർത്തിക്കൊണ്ടുപോകാൻ ഒരവസരം ഉണ്ടാവരുത് എന്നാണ് മഹാരഥമായ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, തത്വീറുൽ അത്വാൽ, ഈ നഖം ഇങ്ങനെ തൊവീലാക്കുക, വലുതാക്കുക എന്നുള്ളത് ഖിലാഫ് സുന്നത്തിനെതിരാണ്. വലാ യജൂസു അൻ തത്റുക അക്സറ മിൻ 40 ലൈല, 40 ദിവസത്തിലധികം അത് നീണ്ടുപോകാൻ പാടില്ല. വതത്വീലിഹ, ആരെങ്കിലും നീട്ടി വളർത്തുന്നുണ്ടെങ്കിൽ ഫീഹി തശബ്ബുഹും ബിൽ ബഹായിമി, അവൻ മൃഗങ്ങളെ പോലെ ആവുകയാണ്. അത് മൃഗങ്ങളുടെ സ്വഭാവം, അവർക്ക് നഖമുണ്ടാവും. മൃഗങ്ങൾ നഖം വെട്ടി ഒതുക്കുന്ന സ്വഭാവക്കാരല്ല നിങ്ങൾ, അതിനോട് സാദൃശ്യമാകരുത്. ചില കാഫിരീങ്ങളുടെ സ്വഭാവമാണ്, അവർക്കത് പ്രശ്നമല്ല, അവർ നീട്ടി വളർത്താറുണ്ട്, അതിന്റെ പോരിശ പറയാറുണ്ട്. നമുക്കത് പറ്റൂല, നമുക്കത് ന്യായമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളും അധ്യാപനങ്ങളും വിശദീകരിച്ച പണ്ഡിതന്മാര് പറയുന്നത്, ചില സ്ത്രീകൾ വന്ന ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിനോട് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോ, നഖം മുറിക്കാതെ ഭംഗി കൂട്ടാൻ വേണ്ടി ഞങ്ങളുടെ ഭംഗിയുടെ ഭാഗമായി നഖം നീട്ടി വളർത്തുന്നത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീകൾ മാത്രം. അദ്ദേഹം പറഞ്ഞത്, ഹാദാ ലാ യജൂസ്, ഇല്ല, എത്ര ഭംഗി ഉണ്ടാക്കാനാണെങ്കിലും അതുകൊണ്ട് എന്ത് ഗുണുണ്ട് എന്ന് പറഞ്ഞാലും അത് അനുവദനീയമല്ല. ഇദാ തമ്മത 40 വജബ ഖല്ലിംഹാ, 40 ദിവസം കടന്നു പോയാൽ അത് വെട്ടി ഒഴിവാക്കൽ വാജിബാണ്. ക്ലിയറായി പഠിക്കുക, വീട്ടിൽ പഠിപ്പിക്കുക. നമ്മുടെ സ്ത്രീകൾക്ക് അറിയേണ്ട, പഠിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. അവരാണ് നമ്മുടെ മക്കളെ വളർത്തുന്നത്. നമ്മുടെ വീടിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്, വീട്ടിലെ രാജ്ഞിയാണ് ഒരു ഭാര്യ എന്ന് പറയുന്നത്. അവർ മതപരമായ ബോധവും അറിവുമില്ലാത്തവരായാൽ പല അന്ധവിശ്വാസങ്ങൾ വീടിനകത്ത് നടമാടും. വീടിന്റെ ദുരാചാരങ്ങൾ വ്യാപകമാകും. വീടിന്റെ സമാധാനത്തിന് പല എതിർഘടകങ്ങൾ അവിടെ സംഭവിക്കും. എല്ലാവിധ ചൂഷണങ്ങളിൽ അവർ പെട്ടുപോകും. ഉമ്മമാർ, സഹോദരിമാർ ഇൽമുള്ളവരായി മാറുക. മൂന്നാമത്തേത്, ഈ വിഷയത്തിൽ ഉലമാക്കന്മാര് പറയുന്നത്, ഇതൊരു പ്രത്യേക ദിവസം കണക്കാക്കി വെട്ടുന്ന ഒന്നില്ല. ചില ആൾക്കാർക്കൊരു സ്വഭാവമുണ്ട്, ഒരു വെള്ളിയാഴ്ച വന്നെങ്കിലേ വെട്ടു, വെള്ളിയാഴ്ചയാണ് നഖം വെട്ടേണ്ടത് എന്ന് പറയുന്ന ഒരു ഹദീസില്ല. വെള്ളിയാഴ്ച നഖം വെട്ടുക എന്നത് പ്രത്യേകം സുന്നത്താണെന്ന് പറയാനും നമുക്ക് പറ്റില്ല. എന്നാൽ പണ്ഡിതന്മാര് പറയാറുണ്ട്, വെള്ളിയാഴ്ച വൃത്തിയാവുക എന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ കൂട്ടത്തിലേക്ക് ചേർത്ത് പറയാ എന്നല്ലാതെ അതിനെ വെള്ളിയാഴ്ചയിലേക്ക് നീട്ടിക്കൊണ്ടുപോവുകയല്ല വേണ്ടത്. മഹാനായ ഇന്നും ജീവിച്ചിരിപ്പുള്ള പണ്ഡിതൻ, സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല പറയാറുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെള്ളിയാഴ്ചയിലേക്ക് പ്രത്യേകമാക്കുക എന്നതില്ല. എന്നാൽ ഒരാൾ എല്ലാ വെള്ളിയാഴ്ചയും കൃത്യമായി ചെയ്തു പോകാറുണ്ടെങ്കിൽ അത് നല്ലതാണ്, അതയാളുടെ ശ്രദ്ധയുടെ ഭാഗമാണ്. എന്നാൽ വെള്ളിയാഴ്ച നഖം വെട്ടൽ ഹറാമാണോ? അതൊന്നും വിരോധിക്കപ്പെട്ട കാര്യമൊന്നുമല്ല. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലാ യംനഉ മിനത് തഫഖുദി യൗമൽ ജുമുഅത്തി, ഒരാൾ വെള്ളിയാഴ്ച ദിവസത്തിൽ ഇത്തരം കാര്യങ്ങൾ നഖം മുറിക്കുന്നതിന് വിരോധമൊന്നുമല്ല. ഫഇന്നൽ മുബാലഗത ഫിത് തൻളീഫ് ഫീഹി മശ്റൂഉൻ, വൃത്തിയാകുക എന്ന നിലക്ക് അതിനെ പ്രത്യേകം പരാമർശിക്കപ്പെട്ട കൂട്ടത്തിൽ അതിലേക്ക് നമുക്ക് ചേർത്ത് പറയാൻ പറ്റും. നാലാമത് ഉലമാക്കന്മാര് പറഞ്ഞിരിക്കുന്നത്, ചിലരെങ്കിലും അത് കാര്യത്തിൽ ചില തെറ്റിദ്ധാരണകൾ പരക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് പറയാ, അത് വെട്ടുന്നതിന്റെ രൂപവുമായി ബന്ധപ്പെട്ടാണ്. കുറെ ആൾക്കാർ ചോദിക്കും, ഇത് വെട്ടുന്നതിന് ഏത് കയ്യും മറ്റേ ഏത് നഖാണ് ആദ്യം വെട്ടേണ്ടത്? അതിന് ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്, ആദ്യം ചൂണ്ടുവിരല്, പിന്നെ മധ്യവിരല്, പിന്നെ അടുത്ത വിരല്, പിന്നെ ചെറുവിരല്, പിന്നെ തന്നാവിരല് എന്നൊക്കെ പറയാറുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിന്റെ വിഷയത്തിൽ വന്ന ചോദ്യങ്ങൾക്ക് മുമ്പിലെല്ലാം ഉലമാക്കന്മാര് പറയും, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം വെട്ടേണ്ടത് വലത് കയ്യ്, ആദ്യം വെട്ടേണ്ടത് വലത് കാല്. എല്ലാ കാര്യത്തിനും വലതിനെ മുന്തിക്കുക എന്നതാണ് സ്വഭാവം. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ, നബി തങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ധാരാളം ഹദീസ് പറഞ്ഞ പ്രമുഖ സ്വഹാബ വനിതയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നോമന മോളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, ഉമ്മമാരായി നമ്മൾ അറിയുന്ന മുഅ്മിനീങ്ങളുടെ മാതാക്കളായി വിശേഷിപ്പിക്കപ്പെട്ടവരാണ്.
ആ ആയിഷ ബീവിന്റെ പേര് പറഞ്ഞാണ് ഇന്ന് നാട്ടിലെ പല ആളുകളും സ്ത്രീകൾ വരെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്നത്. ആ ആയിഷ ബീവിന്റെ പേര് പറഞ്ഞാണ് ഇന്ന് ഡാൻസും പാട്ടും കൂത്തുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യായീകരിക്കുന്നത് ഇത് കലയല്ലേ, ഇതൊരാഘോഷമല്ലേ, ഇതിനൊക്കെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ആയിഷ ബീവിനെ വെറുതെ വിടും. പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മാന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തുള്ളിച്ചാടി കളിക്കല്ലേ. ശരീരത്തിന്റെ സ്ത്രൈണതയും അലങ്കാരങ്ങളും പുറത്തിട്ട് സ്റ്റേജിൽ കയറി ആടിപ്പാടിക്കൊണ്ടിരിക്കുന്നവർക്ക് എന്തിനാ ആയിഷ ബീവിനെയും ഫാത്തിമ ബീവിനെയും ഖദീജ ബീവിനെയും ഇട്ട് വശമാക്കുന്നത്? ഈ ഹദീസ് പറയുമ്പോൾ നമ്മുടെ ആ വിഷയം ചേർത്ത് പറയാൻ ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെങ്കിലും ഒന്ന് കൃത്യമായി നമ്മുടെ ഈ ഇരിക്കുന്ന നമ്മളെങ്കിലും അതിന്റെ ആളുകളാകാതിരിക്കുക. ഇത്തരത്തിലുള്ള ഇസ്ലാം വിരോധിച്ച പലതും ഇന്ന് ആളുകളിൽ അവസാന കാലഘട്ടം വരുമ്പോൾ തിന്മകളുടെ വ്യാപനം അധികമാകുമല്ലോ. സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നിബിതങ്ങൾ അവിടുന്ന് നിബിതങ്ങളുടെ ജീവിത ചരിത്രം കണ്ടിട്ട് പറയാണ്, ലയുഹിബ്ബു തയമ്മുന ഫീ ളുഹൂരിഹി ഇദാ തത്വഹ. നബി എന്ത് ശുദ്ധിയാക്കുമ്പോഴും ആദ്യം വലതിന് പ്രാധാന്യം കൊടുക്കാറുണ്ട്. വഫീ തറജ്ജുലിഹി ഇദാ തറജ്ജല വഫീ ഇന്തിആലിഹി ഇദൻ തഅല. മുടി ചീകി വെക്കുമ്പോൾ വലതിന് പ്രാധാന്യം കൊടുക്കും, ചെരുപ്പ് ധരിക്കുമ്പോൾ വലതിന് പ്രാധാന്യം ധരിക്കും. അതുപോലെ തന്നെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഷർട്ട് ധരിക്കുമ്പോഴും പാന്റ് ധരിക്കുമ്പോഴും ചെരുപ്പ് ധരിക്കുമ്പോഴും ഒക്കെ വലതിന് പ്രാധാന്യം കൊടുക്കുന്ന പോലെ നഖം വെട്ടുമ്പോഴും ആദ്യം വലതിന് പ്രാധാന്യം കൊടുക്കുക. ഇന്ന വിരലാണ് ആദ്യം, ഇന്ന വിരലാണ് അവസാനം എന്ന ക്രമം നിബിതങ്ങൾ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. സ്വഹാബത്തിന്റെ മാതൃകയിലും എവിടെയും പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ചില പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെയെന്നൊക്കെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അതിന്റെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടതായി കാണാൻ സാധ്യമല്ല. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നഖം വെട്ടുന്നതിന്റെ ക്രമം നിശ്ചയിച്ച യാതൊരു ഹദീസും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അപ്പൊ ഇന്ന വിരലെന്നൊന്നല്ല, വലത് കൈയിലുള്ള ഏത് വിരലിലും നമുക്കത് ചെയ്യാൻ പറ്റും. അഞ്ചാമതായി, പൊതുജനങ്ങൾക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടാറുള്ള ഒരു തെറ്റിദ്ധാരണയാണ്, ജനാബത്തുകാരനാണോ ഹൈലുകാരിയാണോ നിഫാസുകാരിയാണോ ഇവരൊന്നും നഖം വെട്ടാൻ പാടില്ല. നമ്മളൊരു കാര്യം എവിടുന്നാ പഠിക്കുന്നത്? ആരോ പറഞ്ഞപ്പോഴാണ്, ആരോ പറയുന്നത് കേട്ടിട്ടാ. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? പണ്ടേ ഞങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അത് സത്യമായിക്കൊള്ളുന്നില്ല. നമ്മൾ കേൾക്കേണ്ടത് പ്രമാണത്തിൽ നിന്നാണ്. നമ്മൾ പഠിക്കേണ്ടത് ഇസ്ലാമിന്റെ രേഖയിൽ നിന്നാണ്. ഉലമാക്കന്മാരോട് ഈ ചോദ്യം ചോദിച്ചു, അങ്ങനെയൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ പ്രമാണം വെച്ചുകൊണ്ട് അല്ലാമ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരു പുരുഷൻ ജനാബത്തുകാരനായാൽ അയാൾക്ക് ആ സമയത്ത് നഖം വെട്ടാനുണ്ടെങ്കിൽ വെട്ടാം. ഒരു സ്ത്രീ ഹൈലുകാരിയാണോ ഇവൾക്ക് നഖം വെട്ടാം. ജനാബത്തുകാരിയാണോ നിഫാസ് പ്രസവരക്തവുമായി ബന്ധപ്പെട്ടവളാണോ അവർക്കെല്ലാം നഖം വെട്ടുന്നതിന് അനുവദനീയമാണ്. യാതൊരു മറ്റൊരു നിബന്ധനയും അതിന് വെച്ചിട്ടില്ല. എന്നാൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്കും ഇതേപോലെ തന്നെ അൽ-ലവാഫിരി വൽ മുഷ്തിഫി അസ്നാഇ ദൗറതി ലാ ഹറജ ഫി, അതിലൊന്നും ഒരു കുഴപ്പവുമില്ല. നിഫാസിലാണെങ്കിലും പ്രശ്നമില്ല. എന്നാൽ ആ കാര്യത്തിൽ പിന്നീട് എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് മാത്രമാണ് നമ്മൾ അത്തരത്തിൽ ആ നഖം മുറിച്ചെടുക്കുന്നത്. അത് കൃത്യമായി കൊണ്ട് ഒഴിവാക്കാൻ ശ്രമിക്കണം. ചില ആളുകൾ അത് സൂക്ഷിച്ചു വെക്കും. വേറെ ചില ആളുകൾ അതിനെ അലക്ഷ്യമായി എവിടെയെങ്കിലും കിട്ടുപോകും. എന്നാൽ ആ നഖത്തിനൊരു നജസായി കണ്ട് അത് വളരെ ഭദ്രമായി എടുത്ത് കളയാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഹൈലുകാരിയുടെ നഖം മാത്രമല്ല, എല്ലാവരുടെയും. ചില സഹോദരിമാരൊക്കെ നാട്ടിൽ പറയും, ഹൈല് സമയത്ത് ഈ സംഭവം നഖം വെട്ടിയിട്ട് അവർ പറയാം എടുത്തു വെക്കും. എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ശുദ്ധിയുള്ള കാലത്ത് കൊണ്ടുപോയി ഒഴിവാക്കുന്ന സാഹചര്യം ആവശ്യമില്ല. അത് എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. യുശ്റഉ തഖ്ലീമൽ അദ്ഫാരി ഇന്ന ഇസാലത്ഹാ മിൻ ഖിസാലിൽ ഫിത്ര വലാ ഹറജുൻ ഫീ റമിഹാ. വേണമെങ്കിൽ അതിനെ എവിടേക്കെങ്കിലും എറിഞ്ഞതിനെ ഉപേക്ഷിക്കാം. വലാ യജിബു ദഫ്നിഹാ, അത് കുഴിച്ചിടണം എന്ന് നിബന്ധനയൊന്നുമില്ല. ചിലരെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, അങ്ങനെ നമ്മളുടെ ശരീരത്തിൽ നിന്ന് കിടക്കുന്നത് കുഴിച്ചിട്ടേ പറ്റൂ, അങ്ങനെ നിബന്ധനയൊന്നുമില്ല. കുഴിച്ചിട്ടാലും പ്രശ്നമില്ല, മാലിന്യ കൂമ്പാരത്തിലേക്ക് തള്ളിയാലും കുഴപ്പമില്ല, സൂക്ഷിക്കാൻ പാടില്ല. ചില പണ്ഡിതന്മാർ ഒന്നുകൂടെ പറഞ്ഞു, ചില ശയാതീനുകൾ, ചില പിശാചുക്കൾ, ചില സാഹിര്യങ്ങൾ സിഹിർ ചെയ്യാൻ വേണ്ടി മനുഷ്യരുടെ മുടിയിൽ നിന്നും
നഖത്തിൽ നിന്നുമൊക്കെ അംശങ്ങൾ എടുത്ത് മാരകമായ സിഹിറിന്റെ, ഇസ്ലാം ഏറ്റവും ശക്തമായി വെറുത്ത എതിർത്ത ആ മഹാപാപങ്ങളിൽപ്പെട്ട സിഹിർ ചെയ്യാൻ വരെ ഇത്തരം സംഭവങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ ഗൗരവം കൂടെ കണ്ടുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണം. അത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ചില ആളുകളൊക്കെ ചോദിക്കും, നഖം വെട്ടിയിട്ടുണ്ട്, അപ്പോ ഒളു മുറിയുമോ എന്ന് ചോദിക്കാറുണ്ട്. ഹദീസിൽ പറഞ്ഞ വാക്കുകളും അതുപോലെ തന്നെ ഫത്വകളൊക്കെ വായിച്ചാൽ ശൈഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള മഹാപണ്ഡിതനാ. ഉളുവും നഖം വെട്ടുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നും അതുകൊണ്ട് ഒരാളുടെയും ഉളു നഷ്ടപ്പെടുകയും ഇല്ലെന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില കുട്ടികൾക്കിടയിലോ ചില മുതിർന്നവർക്കിടയിലോ ചിലപ്പോൾ പള്ളിയിലൊക്കെ വന്നിരുന്നാൽ പോലും ചില ആൾക്കാർ നഖം കടിച്ചുകൊണ്ടേയിരിക്കുന്ന സ്വഭാവം ഉണ്ടാവും. വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും തോണ്ടുക, എവിടെയെങ്കിലും മാന്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും കടിക്കുക, അങ്ങനെ സ്വഭാവം ഉണ്ടാവും. കുട്ടികൾക്കിടയിലൊക്കെ ഇന്ന് വ്യാപകമായി കാണാൻ സാധിക്കും. അതിന് ആരോഗ്യവശങ്ങളും മറ്റുമൊക്കെ വേറെ ഉണ്ടെങ്കിലും നഖം കടിക്കുക എന്ന സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഷെയ്ഖ് ഉസ്മാൻ അൽ ഖമീസ് ഹഫിസഹുല്ലാഹ് ഇന്ന് ജീവിച്ചിരിപ്പുള്ള മഹാപണ്ഡിതൻ പറഞ്ഞത്, നഖം കടിക്കുക എന്നതൊരു ചീത്ത ശീലമാണ്, ഒരു ഹറാമാണ്, ഒരു ഭയങ്കര സംഭവം എന്നും പറയുന്നത് അതൊരു ചീത്ത ശീലമാണ്, ദുഷിച്ച ശീലമാണ്, ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അത് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് അണുക്കൾ വരാനൊക്കെയുള്ള സാധ്യതയുള്ള ഒരു മേഖലയായതുകൊണ്ട് ആരോഗ്യ സംരക്ഷണത്തിന്റെ മേഖലയിൽ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് കടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ചികിത്സിക്കണം, കുട്ടികളിലൊക്കെ പ്രത്യേകിച്ചും ഉണ്ടെങ്കിൽ എന്നർത്ഥം. ഞാൻ പറഞ്ഞതിന്റെ ഒറ്റ വാക്ക്, ഇസ്ലാം എന്ന മതം നമ്മുടെ ഏതു ഭാഗത്തെയാണ് പറയാതെ പോയിട്ടുണ്ട്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാന്റെ അടുത്ത് മതമായിട്ടുള്ളത് ഇസ്ലാമാണ്. ഇസ്ലാമല്ലാത്ത ഒരു മതം ഒരാൾ സ്വീകരിച്ചു നടന്നാൽ അതൊരിക്കലും സ്വീകരിക്കപ്പെടൂല. ആ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടൂല. അവർ ഖാസിരീങ്ങളിൽ ചെന്നു പോകുന്നതാണ്, പെട്ടുപോകുന്നതാണ്. ഇസ്ലാമിന്റെ പ്രത്യേകത, അതിന്റെ നിയമങ്ങളെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ആരും പുതിയത് ചേർക്കണ്ട, ഇനി ഒന്നും അതിൽ ഉണ്ടാക്കാൻ ആരും പോകണ്ട. യൗമാക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അവിടുന്ന് അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഇറങ്ങിയ ആയത്താണ്. ഈ മതം ഇതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, ഇതിലേക്ക് ഇനി ഒന്നും ചേർക്കാനില്ല, ഈ മതം ഇവിടെ പൂർണ്ണമാണ്, ഇതാ തൃപ്തിപ്പെട്ടുകൊണ്ട് റബ്ബ് തന്നിരിക്കുന്ന നിഅമത്താണ് നിങ്ങൾക്ക് ഈ മതം. ഇത് പാലിക്കുന്ന, ഇത് അനുഷ്ഠിക്കുന്ന, ജീവിക്കുന്ന ഒരു നാടിനും സമൂഹത്തിനും കുടുംബത്തിനും സുരക്ഷിതമായ ഇസ്ലാം എന്ന വാക്കിന്റെ സമാധാനം എന്നതിന്റെ പൂർണ്ണത നേടിത്തരുന്ന മതമാണെന്ന ബോധ്യത്തോടെ ഒരുപാട് ശുക്ർ ചെയ്യേണ്ടവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമായി തന്നെ ജീവിച്ച് ഈമാനോടെ തന്നെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞ് സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ പെടാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് കൃത്യമായ വിശുദ്ധമായ ജീവിതം നയിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം ഇഷ്ടപ്പെടുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒരു ബാപ്പ തൻ്റെ മകനെ പഠിപ്പിക്കാൻ വേണ്ടി ജീവിതത്തിന്റെ മുഴുവൻ രംഗവും കഷ്ടപ്പെട്ടു. പണമില്ലാത്ത ഘട്ടം വരുമ്പോൾ ഫീസ് കൊടുക്കാൻ, കുട്ടികളുടെ ഫീസ് അടക്കാൻ കടം പേടിച്ചും രാത്രി ഉറങ്ങാതെ ജോലി ചെയ്തും അദ്ദേഹം മക്കളെ പഠിപ്പിക്കുന്നു. മകനാണെങ്കിൽ മകളാണെങ്കിൽ പരീക്ഷ എഴുതാൻ പോകുന്നു, ന്യായമായ പരീക്ഷകൾ നടക്കാതെ പോകുന്നു, ചോദ്യപേപ്പറുകൾ ചോരുന്നു. ചിലർ പണം കൊണ്ട് അവസരങ്ങൾ വാങ്ങുന്നു, ചിലർ അധികാരങ്ങൾ ഉപയോഗിച്ച് നേടിയെടുക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. പിതാവ് കരയുന്നത് മക്കളുടെ മാർക്ക് കുറഞ്ഞത് കൊണ്ട് മാത്രമൊന്നുമല്ല, സത്യസന്ധമായി പഠിക്കുന്ന തന്റെ മകന്റെ പ്രയത്നത്തിന് യാതൊരു വിലയുമില്ലാതായല്ലോ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നവർ ആത്മഹത്യ ചെയ്യുന്ന ഘട്ടങ്ങൾ
നമ്മുടെ രാജ്യത്ത് നീതി എന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന ബേജാറിലാണ് ഇന്ന് ലോകം. അതും കൂടെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? വിദ്യാർത്ഥികൾ മുഴുവൻ തെരുവിലിറങ്ങേണ്ടി വന്നാൽ പുതിയ കാലഘട്ടം എവിടേക്ക് എത്തിപ്പോകുമെന്ന ബേജാറ് നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അതിന്റെ രാഷ്ട്രീയ ഭാഗത്തേക്കാൾ അപ്പുറത്ത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഭാഗമുണ്ടല്ലോ, നീതി ലോകത്തുണ്ടായിരിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അവിടെ അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നതും അള്ളാഹ് പറഞ്ഞതും അതാണ്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അള്ളാഹ് ലോകത്തോട് മനുഷ്യരോട് കൽപ്പിക്കുന്നത് നീതി ഉണ്ടാവണം, നന്മ ഉണ്ടാവണം എന്നാണ്. അനീതിയെക്കുറിച്ച് എവിടെയും ഒരു കൽപ്പനയും ഒരു പരാമർശവും നമ്മുടെ കൽപ്പനയായി നമുക്ക് തന്നിട്ടില്ല. ഒരു മനുഷ്യന്റെയും അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല. അതൊക്കെ ഇസ്ലാം എത്ര കൃത്യം. വലാ തബ്ഖസുന്നാസ അശ്യാഅഹും. നിങ്ങൾ ജനങ്ങളുടെ അവകാശങ്ങൾ ഒരിക്കലും കുറച്ചു കൊടുക്കരുത്, അത് ഇല്ലാതെയാക്കരുത്, അത് നശിപ്പിക്കരുത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ അങ്ങാടിയിലെ കച്ചവടക്കാർക്കിടയിൽ വന്ന് പറഞ്ഞല്ലോ, മൻ ഖശ്ശ, ആരെങ്കിലും വഞ്ചന കാണിച്ചാൽ ഫലൈസ മിന്ന, അവൻ നമ്മിൽപ്പെട്ടവനല്ല. വഞ്ചന കാണിക്കുക, തട്ടിപ്പെടുത്തുക, വെട്ടിപ്പുകൾ നടത്തുക, അതൊരു മുസ്ലിമിന് നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല. ആ വാക്കിലെല്ലാം പെട്ടില്ലേ? സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ശിഷ്യനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്ത് നീതിയുടെ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ഭരിക്കുന്ന കാലഘട്ടത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, യൂഫ്രട്ടീസിന്റെ നദിക്കരയിൽ ഒരു കോവർ കഴുത പോലും ഇടറിയൊന്ന് വീണാൽ അതിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് അള്ളാഹു എന്നോട് ചോദിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നയാളാണ്. ഒരു കഴുതയാണെങ്കിൽ പോലും എന്റെ ഒരു ഭരണത്തിന്റെ കീഴിൽ അവർക്ക് പോലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ പേരിൽ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്ന ഒരു നീതിയുടെ ഭരണാധികാരിയുടെ മനസ്സ്. ഇന്ന് നമ്മൾ ചോദിക്കണം, നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവി തകരുമ്പോ ആർക്കാണ് ഇതിൽ ഉത്തരവാദിത്വമുള്ളത്? അനീതിക്കെതിരെ ശബ്ദമുയർത്തുക എന്നത് ഇസ്ലാം ചില മര്യാദകളോട് അത് പഠിപ്പിച്ചിട്ടുണ്ട്. അനീതി കണ്ടിട്ടും മിണ്ടാതിരിക്കുക നല്ലതാണോ? ഒരു പ്രശ്നമില്ല, അതൊന്നും എന്നെ ബാധിക്കൂല എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇസ്ലാം നമ്മളെ ഭീരുക്കളാക്കാൻ എവിടെയും പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം നമ്മളോട് അക്രമം ചെയ്യാനും പഠിപ്പിച്ചിട്ടില്ല. നീതിയിൽ ഉറച്ചു നിൽക്കണമെന്നത് എപ്പോഴും പറയും. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ നീതിയുള്ളവരായി നിലകൊള്ളുക. ചിലപ്പോൾ നമ്മൾ നീതിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ വലൗ അലാ അൻഫുസിക്കും, നിങ്ങൾക്കെതിരായിരിക്കാം ആ നിയമം. അവിൽ വാലിദൈൻ, നിന്റെ മാതാപിതാക്കൾക്കെതിരായാലും, അവല്ലഖറബീന, ബന്ധുക്കൾക്കെതിരായിരുന്നാലും നീ നിൽക്കേണ്ടത് നീതിയുടെ കൂടെയായിരിക്കണം. ബാപ്പാക്കെതിരാണ് നിയമം, ബന്ധുക്കൾക്കെതിരാണ് നിയമം, പക്ഷെ നീതി ഏതാണോ നീതിയുടെ പക്ഷത്തായിരിക്കണം നീ നിലകൊള്ളേണ്ടത്. പ്രമുഖ ഗോത്രമായിരുന്ന നബിതങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ഗോത്രത്തിൽ അറിയപ്പെടുന്ന ഒരു ഗോത്രത്തിൽ ഒരു പ്രമുഖയായ സ്ത്രീ ഒരു മോഷണത്തിൽ അകപ്പെട്ടപ്പോ ആ സ്ത്രീയെ പിടിച്ചു. അതിന്റെ ശിക്ഷാ നടപടികളിലേക്ക് നീങ്ങാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് പ്രമുഖരായ നേതാക്കന്മാർ ഇടപെട്ടിട്ട് ചോദിച്ചു, നബിയെ, ഞങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ട പെണ്ണാണ്, ഞങ്ങൾക്ക് നല്ല പരിചയമുള്ള ആളാണ്, അവർക്കൊരു ഇളവ് കൊടുക്കാൻ പറ്റുമോ ശിക്ഷയിൽ? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യം കേട്ടപ്പോ അതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് മുഖം മാറി അല്പം ദേഷ്യത്തോടെയായി. അവിടുന്ന് ചോദിക്കണ്ടായി, എന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ ഞാൻ അള്ളാന്റെ നിയമം നടപ്പിലാക്കും, എന്റെ മോൾക്ക് ഇവിടെ വേറെ നിയമമല്ല. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മളും നമ്മുടെ കുടുംബമാണ് വലുതില്ലേ? എന്നാൽ നീതിയുടെ വാക്കിന് എത്ര വലിയ പ്രാധാന്യമുണ്ടെന്നറിയോ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലുൽ ജിഹാദി, ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ജിഹാദ് കലിമത്തു ഹഖിൻ, സത്യം പറയലാണ്. ഇൻദ സുൽത്താനിൻ ജായിരിൻ, അക്രമകാരിയായ ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്ന് സത്യം പറയലാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നീതിക്ക് വേണ്ടി ശബ്ദിക്കണം നമ്മൾ.
അനീതിക്കൊരിക്കലും കൂട്ടുനിൽക്കില്ല നമ്മൾ. അക്രമത്തിനോട് ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല നമ്മൾ. ഇത് ഇസ്ലാമിന്റെ സമീപന രീതിയാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ പ്രദേശങ്ങളിൽ ഈ തത്വത്തെ മാനിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ അക്രമത്തിന്റെ, അനീതിയുടെ ഭാഗത്ത് നമ്മളില്ല എന്ന് ഉറപ്പുവരുത്താനും നാട്ടിൽ നീതി നടപ്പിലാക്കാനും നമ്മളാൽ കഴിയുന്നത് നമ്മുടെ ശബ്ദമായി മാറണം. നമ്മുടെ സോഷ്യൽ മീഡിയകൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ സംവിധാനങ്ങൾ, അധികാരങ്ങൾ ആ നീതിയുടെ വ്യവസ്ഥയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സന്തോഷകരമായ ഒരു നല്ല നിർഭയത്വത്തിന്റെ രാജ്യമായി മാറി സുന്ദരമായ നിമിഷങ്ങൾക്ക്, ഓർമ്മകൾക്ക് അവസരം ലഭിക്കുന്ന ഒരു മണ്ണാക്കി നമ്മുടെ രാജ്യത്തെ അല്ലാഹു മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ദീന് പഠിക്കുന്നതിന്റെ അവസരവും അതിന്റെ മഹത്വമൊക്കെ ഞാൻ സൂചിപ്പിച്ചു. സഹോദരിമാർക്ക് വേണ്ടി ഈ വരുന്ന 27-ാം തീയതി തിങ്കളാഴ്ച രാവിലെ റിയാസ് ഉളിയിൽ ഈ മദ്രസയിൽ വെച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. സ്ത്രീകളായ സഹോദരിമാരെ പ്രത്യേകം നമ്മൾ അതിലേക്ക് ക്ഷണിക്കാനും എത്തിക്കാനും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പള്ളിയുടെ പരിപാലന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്വതക്ക ചെയ്ത് അതിന്റെ കൂടെ ഒരു നല്ല പിന്തുണയോടെ, നല്ലൊരു പ്രാർത്ഥനയോടെ, എന്നും നമ്മുടെ ജീവിതത്തിൽ മരിച്ചാലും തീരാത്തൊരു ഓഹരി എപ്പോഴും നൽകിക്കൊണ്ടിരിക്കാനുള്ള ഒരു താല്പര്യത്തോടെ പള്ളി പരിപാലന പ്രവർത്തനത്തിലേക്ക്, സ്വതക്കയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒരിക്കൽ കൂടെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ പല സുഹൃത്തുക്കളും അവരുടെ ബന്ധുക്കൾ, പ്രിയപ്പെട്ട പെങ്ങന്മാർ, സഹോദരിമാർ പലരും ഈ അടുത്ത ആഴ്ചയിലായി മരണപ്പെട്ടു പോയി. അവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പള്ളിയിൽ സ്ഥിരമായി വരുന്ന പലരും ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആശുപത്രികളിലും രോഗശയ്യയിലുമായി പള്ളിയിൽ വരാനൊക്കെ പ്രയാസപ്പെട്ടിരിക്കുന്നവരുണ്ട്. അല്ലാഹുവിന്റെ രോഗങ്ങളെല്ലാം പൂർണ്ണമായി ശിഫയാക്കി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുക്കൾ, മാതാപിതാക്കൾ പലരും 6 അടി മണ്ണിലാണ്. അല്ലാഹുവേ, നീ അവരുടെ ഖബറിടം ബർസഖ്, സ്വർഗത്തിന്റെ കാഴ്ചകൾ കാണുന്ന നല്ല ഒരു പരലോക ജീവിതം അവർക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവിധ അപകടങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് കാത്തു നീ രക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിലൂടെ, ഇണകളിലൂടെ കൺകുളിർമ നൽകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം നീ ഏറ്റവും നല്ല, പ്രയാസകരമല്ലാത്ത അവസ്ഥ, സന്തോഷകരമായ ജീവിതം കുടുംബത്തിലും വ്യക്തിത്വത്തിലും സമ്പത്തിലും എല്ലാം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിത മേഖലകളിലെല്ലാം ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ. പാവപ്പെട്ട മുസ്ലിമീങ്ങൾ ഗസയിലും ഫലസ്തീനിലും ലബനാനിലും മ്യാൻമറിലും രോഹിംഗ്യൻ മുസ്ലിമീങ്ങളായവരുമൊക്കെ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങൾ ദുരിതക്കയങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. റബ്ബേ, നീ ആശ്വാസവും അവർക്ക് സമാധാനവും നീ നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാം നാളെ സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരാക്കി നീ മാറ്റണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅക വഅഅദാഅ الدين. اللهم ألف بين قلوبنا وطهر قلوبنا. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا توفنا مسلمين والحقنا بالصالحين. وصلى الله على نبينا محمد والحمد لله رب العالمين.